ഞാനിന്നലെ ഒരു ചക്ക പുഴുക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക പറിച്ചു കേട്ടോ. അപ്പോഴേക്കും അത് പഴുത്തു പോയിനി. നമ്മളെ തേൻവരിക്ക പ്ലാവിൽ നിന്നൊരു ചക്ക ഞാൻ പറിച്ചെടുത്തത്. അത് നല്ല പഴുത്തിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മൂടയപ്പം ആക്കാമെന്ന്. ചക്കയപ്പം മൂടയപ്പം എന്നെല്ലാം പറയുന്നില്ലേ, അത് ഇതിനായിട്ട് ഞാൻ ഇത്ര ചക്ക ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരി, ബാക്കി നമുക്ക് കൂടുതൽ ശർക്കര ചേർക്കണമെന്നില്ല. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. തേൻവരിക്ക എന്ന് പറഞ്ഞാൽ നല്ല മധുരമുണ്ട്. അപ്പോൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരാം. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കതിൽ മിക്സിയിലാകുമ്പോൾ വെള്ളം ചേർക്കാൻ പറ്റാതെ അരക്കാനും പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതായിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ടില്ല, ചക്ക മാത്രമാണ് ചേർത്തത്. എന്നാലും നോക്കാം. അപ്പം കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ശർക്കര ഞാൻ കുറച്ച് ചേർക്കുന്നില്ലൂ, അതിന് നല്ല മധുരമുണ്ട്. ശർക്കര നല്ല ശർക്കരയാണ് കേട്ടോ, കല്ലും ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. നമ്മൾ ഈ ഇലയിലാണ് കേട്ടോ മൂട ചുടൽ, കുറുക്കൂട്ടിയുടെ ഇല എന്ന് പറയും അതിനെ. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിനി കേട്ടോ. നല്ല തിള വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കുന്നത്. മൂടയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെയാണ് പറയൽ കേട്ടോ. പിന്നെ പല നാട്ടിലും പല ഭാഷകളും എല്ലാറ്റിനും പല പല പേരുകളെല്ലാം ഉണ്ടല്ലോ അല്ലേ. നമ്മളിവിടെ പറയുന്നത് മൂടയപ്പം എന്നാണ്. അപ്പോൾ ഇത് കുറുക്കൂട്ടിയുടെ ഇലയിൽ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ മൂട ഉണ്ടാക്കുന്നത്. മൂടയപ്പം അല്ലെങ്കിൽ ചക്കയപ്പം എന്നെല്ലാം പറയലുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മൂടയപ്പം ഉണ്ടാക്കുന്നത്.